വിശുദ്ധ ഖുർആനിലെ ഒരു വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ സൗന്ദര്യവും ഖുർആനിൻ്റെ ഭാഷയും അതിൻ്റെ ആശയങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ധാരാളക്കണക്കിന് പഠനങ്ങൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ നടക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അൽ-അസ്ഹറിലെ ഈജിപ്തിലെ അൽ-അസ്ഹറിലെ പ്രൊഫസർ മുഹമ്മദ് അബ്ദുള്ള ദറാസ്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബൃഹത്തായ ഒരമലുണ്ട്, ഒരു കൃതിയുണ്ട്. വിവിധങ്ങളായ ഗവേഷണങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പഠിതാക്കളടക്കം ഇന്ന് റിസോഴ്സായി ഉപയോഗിക്കുന്നൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താനും അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്ന ഏകദേശം ഒരു 4ഓളം ഗ്രന്ഥങ്ങൾ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റിയതാണ്. മുഹമ്മദ് അബ്ദുള്ള ദറാസിൻ്റെ നബഉൽ അലീം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഒരുപാട് പേജുകളുണ്ടെങ്കിലും നമുക്ക് ഖുർആനിലെ ഓരോ ആയത്തും അതിൻ്റെ ഭാഷാ സൗന്ദര്യം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. അതൊന്ന് അറബിയാണ്. ഞാൻ ആ വിഷയത്തിലേക്കാണ് വരാൻ പോണത്. നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഖുർആനിൻ്റെ ഗവേഷണം നടത്തുന്ന ആളുകൾ, ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുന്ന ആൾക്കാർ, ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഖുർആൻ പഠിതാവ് ആകേണ്ടത്, എങ്ങനെയാണ് ആ ഭാഗങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നൊരു ആമുഖം കൂടി ഞാൻ എൻ്റെ ഒരു സംസാരത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അദ്ദേഹം അതിൽ വേറെയും 2-3 ഫാദിൽ അസ്സാമുറായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈജിപ്തിലെ തന്നെ മറ്റൊരു പണ്ഡിതനാണ്. ലംസാത്തുൻ ബയാനിയ, ഖുർആനിലെ ആശയ സ്പർശികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥവും. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം ദറാസ് തന്നെ അതിൽ റെഫറൻസായി സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിത് ആമുഖമായി പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ വിഷയമാണ്. ഒരു കടലെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സമുദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ബേപ്പൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് LP സ്കൂളിൽ അധ്യാപകനാണ്, അറബി അധ്യാപകനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MPhil കഴിഞ്ഞ് PhD അവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഏത് ഒരു ക്ലാസ്സിന് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതെനിക്ക് എന്താണെന്ന് അറിയില്ല, മജീദ് മദനിയുടെ അടുക്കൽ നിന്ന് തന്നെ ഒരു വശം കിട്ടിയ ഒരു ആശയമായേക്കാം. വല്ലാത്തൊരു ചോദ്യമാണത്. കടൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് മൂപ്പരെപ്പോഴും, ഏത് സമയത്തും. ഈ ചോദ്യം ഞാനൊരിക്കൽ ബേപ്പൂരുള്ള ആൾക്കാരോട് പോയി ചോദിച്ച്, കടൽ കണ്ടിട്ടുണ്ടോയെന്ന്. അവർ ആദ്യം തന്നെ ഭയങ്കര ശരിയാ, കടലോ ധാര ക്ലാസ് എടുക്കാൻ വന്നിക്കണേ, ഇപ്പോൾ എവിടുന്നാണ് വരണേ എന്നുള്ള നിലക്ക് ഞങ്ങളോട് ചോദിക്കാൻ കണ്ടൊരു ചോദ്യം കണ്ടില്ലേ എന്ന നിലക്കുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ പല ആൾക്കാരും പല രൂപത്തിലാണ് കടൽ കണ്ടിട്ടുള്ളത്. ചില ആൾക്കാർ ഈ പാലക്കാട് ഭാഗത്തുള്ളവരാണെങ്കിൽ കടൽ കാണാനായിട്ട് വരും, ബീച്ച് കാണാനായിട്ട് ഇരുന്നിട്ടോ ഒരു വൈകുന്നേരം ബീച്ചിലിങ്ങനെ ഇരുന്ന് കാലിലിങ്ങനെ നനച്ച് അല്ലേ, പാൻസൊക്കെ നനച്ച് അങ്ങനെ പോകും. അതാണ് ആ കണ്ട കടൽ. എന്നാൽ വേറെ ചിലർ കണ്ട കടലോ, ഈ സമുദ്ര തീരത്ത് തന്നെ താമസിക്കുന്ന ആളുകൾ കണ്ട കടൽ വേറെയാണ്. എന്താവശ്യത്തിനും അവർ കടലിലേക്കാണ്, ഏത് കാര്യങ്ങൾക്ക് ബന്ധനത്തിന് പോകുന്ന ആളുകൾ കണ്ട കടൽ വേറെയാണ്. അതിനേക്കാൾ കൂടുതൽ സമുദ്രത്തെ അടുത്തറിഞ്ഞവരാണ് മറൈൻ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ. അവർ കടലിൻ്റെ ആഴയിലേക്കാണ്, അവിടെയാണ് അവരുടെ പഠനം. അപ്പോൾ പലരും പല രൂപത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ ഒരു സമുദ്ര സമാനമായ ഖുർആൻ. ആ സമുദ്ര സമാനമായ ഖുർആനിൻ്റെ അറിവിൽ നിന്ന് പല ആളുകളും പല രൂപത്തിലാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ശേഖരിക്കുവാൻ പറ്റുമോ അത്രമാത്രം വെളിച്ചം അയാളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ചത് സൂറത്തുൽ ഹശ്റിലെ വചനാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. വചനത്തിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിക്കണ്ട. അല്ലാഹ് വെറുതെ ഒരു ഉദാഹരണം പറയോ ഖുർആനിൽ. അംസാലുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടാവും വിചാരിക്കുക, അത് വേറൊരു ഭാഗമാണ്. ഖുർആനിലെ ഉപമകൾ, ഉദാഹരണങ്ങൾ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അലങ്കാരത്തിന് വേണ്ടിയായിരിക്കില്ല, അതിലെ അതിശയോക്തി മാത്രമായിരിക്കില്ല, മറിച്ച് ആ ആയത്തിൻ്റെ അവസാനം ലഅല്ലഹും യതഫക്കറൂൻ, സ്വന്തം ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കി ചിന്തിക്കാനാണ്. എന്താണ് ആ ചിന്ത? ഈ ഖുർആനിനെ നാം എങ്ങാനും ഒരു പാറയുടെ മുകളിലാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ, അല്ലാഹ് പറയാ അലാ ജബലിൻ, ഒരു പർവ്വതത്തിന് മുകളിലാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ, ലറഅയ്തഹു, നിനക്കതിനെ കാണാം, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്നിട്ട് ആ പർവ്വതം പൊട്ടിപ്പോകും, തകർന്നു പോകും. അതുകൊണ്ടാണ് തഫ്സീറുകളിൽ ഈ ആയത്തിനെ വിശദീകരിച്ച കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് മിൻ ഷിദ്ദത്തി തഅസ്സുരിഹി. എന്തുകൊണ്ടാണ് ആ പർവ്വതം പൊട്ടാനുള്ള കാരണം? അത് സ്വാധീനിക്കുന്നതിൻ്റെ കാഠിന്യം കൊണ്ടാണ്.
അത്രമേൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഒന്നുകൂടി ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിലൊരു ചെറിയ വാക്ക് കൂടി പറഞ്ഞു, ലത്തഅലൽ ജബലു വതസദ്ദഅ അസ്സഖ്റു. പർവ്വതം പൊട്ടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ജബൽ വരെ വഅള് സ്വീകരിക്കുക. ഇത്തഅല എന്ന് പറഞ്ഞാൽ സതുപദേശം സ്വീകരിക്കും. ആ ഉത്ബോധനം ജബലിന് വരെ ഉപകാരപ്പെടും, പർവ്വതത്തിന് വരെ. പർവ്വതം എന്ന് പറഞ്ഞാൽ ജീവല്ലാത്ത വസ്തു നമുക്കറിയാം. പക്ഷെ അതുപോലും ലത്തഅലൽ ജബലു, നന്നാകാൻ നോക്കും, വഅള് ഉൾക്കൊള്ളാൻ നോക്കും. മാത്രമല്ല വതസദ്ദഅ അസ്സഖ്റു, അതിലെ പാറ പൊട്ടിപ്പിളരാൻ നോക്കും. ഏത് കാലത്താണ് ഈ ആയത്ത് ഓതുന്നത്? പുതിയ കാലത്ത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ആ പുതിയൊരു ഹൈവേ വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന മെഷീനുകൾ, വാഹനങ്ങൾ. എത്ര മെഷീനറി സംഗതികളാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ട്രെയിനിന് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന വീഡിയോസൊക്കെ കണ്ടവരുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പോലും ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും വലിയ വലിയ ക്രെയിനുകളും വലിയ വലിയ മെഷീനുകളും ഉപയോഗിച്ചുകൊണ്ട് വലിയ പാറകളും തുരങ്കങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹ് ഈ ഉപമ കൊണ്ടുവരുന്നത്. ആ ഉപമയെ നമ്മൾ ചിന്തിക്കേണ്ടത്. പാറകൾ പോലും പൊട്ടുമാറ്, തകർന്നു പോകുമാറ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ മുകളിൽ അവതരിപ്പിച്ചാൽ സ്വാധീനിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ട് ഖുർആൻ എത്രമാത്രം പഠിക്കുന്നുണ്ടോ, എത്രമാത്രം അതിനെ സമീപിക്കുന്നുണ്ടോ, എത്രമാത്രം അതിൻ്റെ മേഖലകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിന് വെളിച്ചമുണ്ട് എന്ന ഒരാമുഖത്തിൽ നിന്നാണ് ഭാഷാ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് ഭാഷകൾക്കപ്പുറം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കുറിച്ച് ഏകദേശം 1-2 വാക്കുകൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇമാം അസ്മാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. ഫസാഹത്തുൽ ഖുർആൻ. അറബി ഭാഷ പഠിക്കുന്ന, അതല്ലെങ്കിൽ അതിനെ മാസ്റ്റർ ഡിഗ്രിയോ അതല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് പരീക്ഷ എന്നിവയൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ചോദ്യം ഇതാണ്, മാഹു അഫ്സഹുൽ കിതാബ്. ഭൂമിയിലെ ഏറ്റവും ഫസാഹത്തുള്ള സ്ഫുടമായ ഗ്രന്ഥമേതാണ് എന്നതിന് നമ്മൾ ഉത്തരം എഴുതൽ അൽ ഖുർആൻ എന്നാണ്, അൽ ഖുർആൻ കരീം എന്നാണ്. ഫസാഹത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഭംഗി എന്താണ്, ഖുർആനിൻ്റെ ആശയം എന്താണ്, ഖുർആനിൻ്റെ സൗന്ദര്യം എന്താണ്, ഖുർആനിലെ സ്ഫുടത എന്താണ്. ഫസാഹത്ത് എന്നുള്ള വാക്കിന് സാധാരണ മലയാളത്തിൽ സ്ഫുടത എന്ന് മാത്രമാണ് പലരും പറയാറുള്ളത്. പക്ഷെ അത് പറഞ്ഞാൽ പോരാ. ഫസാഹത്ത് എന്നുള്ളൊരു വാക്ക് മാത്രം അറബിയിലെ അഫ്സഹുൽ അറബ്, അഫ്സഹുൽ അറബ് നബി പറഞ്ഞു, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസാഹത്തുള്ള ആൾ ഞാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി അത് ഫഖറായി പറഞ്ഞതല്ല, അഹങ്കാരമായി പറഞ്ഞതുമല്ല. കാരണം എന്താണ്? പ്രവാചകനാണ് ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ ഖുർആനിനോളം ഫസാഹത്തുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ തഅദിയത്തുൽ മഅന. ഒരു വാക്ക് കേട്ടാൽ പിന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഗ്രഹിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇമാം അസ്മാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഫസാഹത്തുൽ ഖുർആനിനെ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ചെറിയ അനുഭവം അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കുൻതു അഖ്റ, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാനിങ്ങനെ പാരായണം ചെയ്യാൻ. ഏത്? അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാല മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഞാൻ അങ്ങനെ ഓതി, അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ. ആയത്തിൻ്റെ അർത്ഥം അറിയില്ല. ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സായിട്ട് കൊണ്ടുപോകാൻ പരമാവധി നമ്മുടെ ശ്രദ്ധ ഇതിൽ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളിങ്ങനെ അർത്ഥം പറഞ്ഞോളി. അസ്സാരിഖു വസ്സാരിഖത്തു ആരാണ്? കളവ് നടത്തിയ പുരുഷനും സ്ത്രീയും അല്ലേ? നമ്മളെ ഭാഷ കള്ളനും കള്ളത്തിയും. അസ്സാരിഖു വസ്സാരിഖ ഫഖ്തഉ ഐദിയഹും. എന്താണ് ഇസ്ലാമിലെ ശിക്ഷ? കൈവട്ടണം. ഖുർആനിൽ പറയാണ് ഫഖ്തഉ ഐദിയഹുമ, അവരുടെ കൈവട്ടണം. എന്തിനാ കൈവട്ടാൻ പറഞ്ഞത്? ജസാൻ, ഊർക്കുള്ള പ്രതിഫലമാണ്, കട്ടയിനുള്ള കൂലി കൊടുക്കുകയാണ്. അള്ളാഹ് പ്രയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം, ജസാഅൻ ബിമാ കസബാ നകാല. അവർ ചെയ്ത ആ വേണ്ടാവൃത്തിക്കുള്ള ശിക്ഷയാണ് അവരെ കൈമുറിക്കണം എന്നുള്ളത്. ഈ ആയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാരായണം ചെയ്യാൻ, അല്ലാഹു ഗഫൂറുർ റഹീം. അങ്ങനെ ഞാൻ പറഞ്ഞ ആയത്ത് ഇങ്ങനെ അവസാനിച്ചപ്പോൾ വബി ജംബി അറബിയുൻ, ഇമാം അസ്മാഇ പറയാം, എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഉണ്ടായിരുന്നു.
സാധാരണ എഴുത്തും വായനയും അറിയാത്തതോ, നമ്മളെപ്പോലെ ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന് ഇങ്ങനെ ധാരാളം ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ്. ഉൾപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, കൃഷിയുമായി നടക്കുന്ന ആൾക്കാരാണ്, അവരുടെ സ്വന്തം ജീവിത റിസ്ക്കും തേടി നടക്കുന്ന ആൾക്കാരാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ പിറകിലുണ്ടായിരുന്നു. ഫഖാല കലാമു മൻ ഹാദാ, അയാളിങ്ങനെ ചോദിക്കണം, ഇത് ആരെ വാക്കാ? കട്ടവൻ്റെ കയ്യൊക്കെ വെട്ടണം, ഇതാര് പറഞ്ഞതാ, ഇത് എവിടെ നിന്നുള്ളതാ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, കലാമുല്ലാഹ്, കൈ വെട്ടണം എന്ന് പറഞ്ഞത് അള്ളയാണ്, ഇത് അള്ളാൻ്റെ വാക്കാണ്. ഖാല അഅത്, ഒന്നുകൂടി ആവർത്തിക്കൂ, റിപ്പീറ്റ് ചെയ്യൂ. ഫഅഅത്തു, ഞാനത് റിപ്പീറ്റ് ചെയ്തു. ഫഖാല ലൈസ ഹാദാ കലാമുല്ലാഹ്, അയാൾ പറയുന്നത് ഖുർആനിലുള്ളതല്ല കേട്ടോ, ഇത് അള്ളാഹ് പറഞ്ഞതല്ല. ഫന്തബഹ്തു, ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഫഖറഅ്തു, ഞാൻ ആയത്ത് ആദ്യം മുതൽ ഒന്നുകൂടി ഓതി. അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. നേരത്തെ ഓതിയപ്പോൾ വല്ലാഹു ഗഫൂറുർ റഹീം എന്നായി. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല. എവിടെ ആയത്ത് തെറ്റിച്ചാലും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഗഫൂർ റഹീം എന്നുള്ളടത്ത് അസീസുൻ ഹക്കീം എന്നാണ് ഖുർആനല്ല, നമ്മളുണ്ടാക്കിയതാ. ഇതാരാ പറഞ്ഞു കൊടുക്കണത്? ആറാബിയായ മനുഷ്യന്. അപ്പോൾ ഇദ്ദേഹം തിരുത്താണ്, വല്ലാഹു അസീസുൻ ഹക്കീം എന്ന് ഓതിയപ്പോൾ ഫഖാല അസിബ്ത ഹാദൽ കലാം കലാമുല്ലാഹ്, അസിബ്തു ഹാദൽ കലാം, ആ സമയത്താണ് എനിക്ക് ശരിയായത്, ഖുർആനിൻ്റെ ആയത്ത് ശരിയായത്. ഫഖുൽതു, അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അത്തഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതലുണ്ടോ, നിങ്ങൾക്ക് ഹിഫ്ളുണ്ടോ? എന്നെ തിരുത്തിയത് ഇത് ഖുർആനിലുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ. സ്വാഭാവികമായിട്ടൊരു നട്ടലുണ്ടാവും. ഇമാം അസ്മാഇ എന്ന് പറഞ്ഞാൽ അന്ന് ലോകം കണ്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളും വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുണ്ട്. ഇമാം അസ്മാഇ പറ, അത്തഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ, നിങ്ങൾക്ക് ഖുർആൻ മനപ്പാടുണ്ടോ? ഖാലല, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഖുർആൻ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കൃഷിയും ഇവരുടെ ജോലിയും ഇവരുടെ ജീവിത പശ്ചാത്തലങ്ങളുമായി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ അവർ ബാക്കിലാണ്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ തിരുത്തിയത് എന്നുള്ളതാണ് ഫസാഹത്തുൽ ഖുർആൻ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയാൻ. ഫഖുൽതു ഫമിൻ ഐന അലിംത, നിനക്ക് എങ്ങനെ മനസ്സിലായത് വല്ലാഹു ഗഫൂർ റഹീം എന്നല്ല വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് അവിടെ വരേണ്ടതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായത്? കട്ടവനെയും കട്ടവളെയും അവരുടെ കൈകൾ നിങ്ങൾ വെട്ടണം, അവർ ചെയ്തതിൻ്റെ കുറ്റകൃത്യത്തിനുള്ള പ്രതിഫലമായി അതാണ് നൽകേണ്ടത്. അല്ലാഹു തആല എല്ലാം പൊറുക്കുന്നവനും എല്ലാം കരുണ ചെയ്യുന്നവനുമാണ് എന്ന് പറയേണ്ടതിന് പകരം വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപവാനും അള്ളാഹു യുക്തിമാനുമാണ് എന്ന ആ രണ്ട് പേരാണ് അവിടെ വരിക എന്നെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്ന സമയത്ത് ഫഖാല, അദ്ദേഹം പറയാണ്, യാ ഹാദാ അസ്സ ഫഹകമ, ഇത് അള്ളാഹു തആല ആ വിധി നടപ്പാക്കണം എന്ന് പറയണമെങ്കിൽ ഇസ്സത്ത് വേണം, ഇതൊരു പ്രതാപമാണ്. ഇസ്സത്തുള്ള ആളാണെങ്കിൽ അസ്സ ഫഹകമ, അപ്പോൾ ആ വിധി നടപ്പിലാക്കും. ഫഖതഅ, എന്നാലേ കൈവെട്ടുള്ളൂ. ആ ഹുക്കുമ വന്നാൽ അള്ളാഹ് അസീസാണ് എന്ന ഹുക്കുമ അവിടെ തന്നാൽ എന്ത് ചെയ്യുള്ളൂ? കൈവെട്ടുള്ളൂ. അവിടെ ഗഫൂർ റഹീം എന്ന് പറഞ്ഞാലോ കൈവെട്ടൂല, ആ കള്ള പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകും. ഇതാണ് ഫസാഹത്തുൽ ഖുർആൻ. ഒരായത്തിലെ ഒരു കെലിമത്ത് പോലും ഒരു ലഫ്ള് പോലും വെറുതല്ല. നമുക്കിങ്ങനെ തോന്നും, ഈ വാവെന്തിനാ, ഈ അലിഫെന്തിനാ. കഴിഞ്ഞ ദിവസം എന്നെ വല്ലാണ്ട് ഒരു അത്ഭുതം ഉണ്ടായ ഒരു സംഗതിയാണ്. അത്ഭുതം എന്നല്ല, നമ്മളൊക്കെ പലപ്പോഴും ഖുർആൻ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ചില അനുഭവങ്ങൾ ഉണ്ടാകും. മറ്റേ വല്ലാഹു ബില്ലാഹി ഷഹീദ, വഖഫ ബില്ലാഹി ഷഹീദ, ഖുർആനിലെ ആയത്താണ്. വഖഫ ബില്ലാഹി ഷഹീദ, അതിൻ്റെ അർത്ഥം എന്താ? സാക്ഷിയായി അള്ളാഹു മാത്രം മതി അല്ലേ? അറബി അറിയുന്ന ആൾക്കാരോട് ചോദിക്കാണ്, കഫ മതി, ബില്ലാഹി അള്ളാഹു മതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. പക്ഷെ ബില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ കൊണ്ട് മതി എന്നല്ലേ? പക്ഷെ പരിഭാഷ അങ്ങനല്ല. അബി എന്തിനാ? കഫല്ലാഹു എന്ന് പറഞ്ഞാൽ മതി, അള്ള മതി. ഹസ്ബി അള്ളാഹു എന്നാ പറയാ, എനിക്ക് അള്ളാഹു മതി. ഹസ്ബി അള്ളാഹു, എനിക്ക് അള്ളാഹു മതി.
പക്ഷെ അതേ പ്രയോഗം വഖഫ ബില്ലാഹി, അള്ളാഹു മതി എന്നതിന് അവിടെ ഒരു ബാ സായിദാണ്. ഇഅ്റാബുൽ ഖുർആൻ, ഖുർആൻ്റെ ഓരോ ആയത്തുകളും അതിൻ്റെ കലിമത്തുകളും ഇങ്ങനെ ഇഅ്റാബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബാഇന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത് സായിദാണ്, അധികരിച്ചു വന്ന ബാ എന്നാണ്. പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല. പക്ഷേ ചില പണ്ഡിതന്മാർ പറഞ്ഞു തഖ്സീസ്, അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹ് മാത്രം മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ച ബാ ആണ്. നമ്മൾ വിചാരിക്കും ഇതില്ലെങ്കിലും ശരിയാവൂലേ, വഖഫ് അല്ലാഹു എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹർഫ് പോലും വെറുതല്ല, ഒരു ലഫ്ള് പോലും വെറുതല്ല, അതിൻ്റെ സൗന്ദര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഖുർആനിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കിയ ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത് കൊടുത്ത ശിക്ഷ വെറുതല്ല. ഈ സൗന്ദര്യം മനസ്സിലാക്കി, ഖുർആനിൻ്റെ അത്ഭുതം മനസ്സിലാക്കി, ഖുർആനിൻ്റെ വലിപ്പം മനസ്സിലാക്കി, അതിൻ്റെ ഫസാഹത്ത് മനസ്സിലാക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേരിട്ട് ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട് ആ ഖുർആനിനെ സമൂഹ മധ്യത്തിൽ വന്ന് തിരസ്കരിച്ചു കളഞ്ഞ ആളുകളെക്കുറിച്ച് ഒരധ്യായത്തിൽ അല്ലാഹു തആല ഒരു മനുഷ്യനെ പറ്റി മാത്രം പറയുന്നുണ്ട്. ആ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് നിഷേധിച്ച ആൾക്കാർ, അവർക്ക് മനസ്സിലായിരുന്നു ഏതാണ് അല്ലാഹ് പറഞ്ഞത്. ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലം മംദൂദ വബനീന ശുഹൂദ വമഹ്ഹത്തു ലഹു തംഹീദ സുമ്മ യത്മഉ അൻ യസീദ്. വിട്, ആ ചങ്ങായിനെ വെറുതെ വിട്. അല്ലാഹ് പറയും ദർനി, എന്നെയും വിട്, വമൻ ഖലഖ്തു വഹീദ, ഞാൻ പടച്ച അയാളെയും വെറുതെ വിട്. രണ്ടാളുകൾ, അതായത് അള്ളാഹിനെ വെല്ലുവിളിക്കുകയാണ്, ഖുർആനെ വെല്ലുവിളിച്ച മനുഷ്യനാണ്. തഫ്സീറിൽ കാണാം വലീദ് ഇബ്നു മുഗീറ എന്ന മനുഷ്യൻ അന്ന് അവരുടെ കൂട്ടത്തിൽ സാഹിത്യ തമ്പുരാക്കന്മാരെന്ന് വിശേഷിപ്പിച്ച കൂട്ടത്തിലൊരു മനുഷ്യനാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കേട്ടതാണ് ചരിത്രം. അല്ലാഹ് പറയാണ് അയാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ. വജഅൽതു ലഹു മാലം മംദൂദ, വിശാലമായ സമ്പത്ത് ലഭിച്ചൊരു മനുഷ്യൻ. അയാളുടെ സമ്പത്തിൻ്റെ വലിപ്പം അടുത്ത ആയത്തിൽ പറയാം. വബനീന ശുഹൂദ, മക്കൾക്കൊന്നും ജോലിക്ക് പോകണ്ട, ആൺമക്കളാണ് ഉള്ളത്, ആൺമക്കളാണ്. ആ ആൺമക്കളുടെ പ്രത്യേകത ശുഹൂദ, എപ്പോഴും വീട്ടിലാണ്, മക്കൾക്കും ജോലിക്ക് പോകണ്ട, ഇയാൾക്കും ജോലിക്ക് പോകണ്ട, എല്ലാവർക്കും. കാരണം എന്താ, നല്ല കൃഷിയുണ്ട്, സമ്പാദ്യമുണ്ട്, സ്വത്തുണ്ട്, എല്ലാം വേണ്ടുവോളം അല്ലാഹു തആല മംദൂദ നീട്ടി കൊടുത്തിട്ടുണ്ട്, വിശാലമാക്കി കൊടുത്തിട്ടുണ്ട്. ആ കിട്ടിയ ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറയാണ് വമഹ്ഹത്തു ലഹു തംഹീദ, തൊട്ടിലാട്ടുന്നത് പോലെ അയാൾക്കുള്ള അനുഗ്രഹങ്ങൾ ഞാൻ ദുനിയാവിൽ ചെയ്തു കൊടുത്തു. ആദരവായിരുന്നു ഖുറൈശികൾക്കിടയിൽ, മക്കയിലെ പണ്ഡിതന്മാർക്കിടയിൽ, സാഹിത്യകാർക്കിടയിൽ, കവികൾക്കിടയിൽ, അന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന കാവ്യസമാഹാരങ്ങൾ രചിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ വലീദ് ഇബ്നു മുഗീറ എന്ന് കേട്ടാൽ അഫ്സഹുൽ അറബ്, അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഫസാഹത്തുള്ള ഒരു മനുഷ്യനാണ്, സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിജീവിയാണ് എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹ് പറയാണ് വമഹ്ഹത്തു ലഹു തംഹീദ സുമ്മ യത്മഉ അൻ അസീദ്. തൊട്ടിലാട്ടുന്ന പോലെ ഒരുപാട് മഹദുകൾ, ഒരുപാട് സൗകര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടും അദ്ദേഹം ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ. അതിന് അദ്ദേഹം കണ്ട വഴി എന്താണെന്നറിയോ? അദ്ദേഹം കണ്ട വഴി അവിടുത്തെ പ്രമാണിമാരിൽ നിന്ന് പണം സ്വീകരിക്കാൻ, അവിടുത്തെ പ്രമാണിമാരിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഖുർആനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയും, എന്നിട്ട് അല്ലാഹ് അടുത്ത വചനങ്ങൾ അത്ഭുതത്തെ, ആ ഖുർആൻ്റെ ശൈലി തന്നെ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ചിട്ടാണ് സൂറത്തുൽ മുദ്ദസ്സിറിലെ ആ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കല്ലാ ഇന്നഹു കാന ലി ആയാതിന അനീദ സഉർഹിഖുഹു സഊദ ഇന്നഹു ഫക്കറ വഖദ്ദർ വഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദർ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ. റായിൽ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് ആ സൗന്ദര്യം മനസ്സിലാക്കണം. അതായത് ഒരു മഹാ സാഹിത്യകാരനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് പോലും വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യത്തിലാണ്. ആ സൗന്ദര്യം മനസ്സിലാക്കുക. എന്താണ്? ഒരുപാട് കിട്ടണമെന്ന് ആശിച്ച ആ മനുഷ്യൻ അനീത, മോട്ടുകാട്ടി. ഏത് മോട്ടുകാട്ടുക എന്ന് പറഞ്ഞാൽ ചില കാളകളെ കണ്ട് പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ നെടിയുള്ള നായനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുക എന്ന് പറയൂലേ, എത്ര കയറിട്ട് വലിച്ചാലും ഇത് വരൂല, അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോവുക. അതുപോലെ ഖുർആന് എത്ര തന്നെ അതിൻ്റെ വശ്യമായ ആശയങ്ങൾ വിളിച്ചിട്ടും ഇയാൾ സമൂഹ മധ്യത്തിൽ ധിക്കാരം കാണിക്കുകയാണ്. കഅബാലയത്തിൽ വന്ന്, ഖുറൈശികൾക്കിടയിൽ വന്ന്, പ്രമാണിമാർക്കിടയിൽ വന്ന് അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? കല്ല ഇന്നഹു കാന ലി ആയാതിന അനീദ.
നമ്മുടെ ആയത്തുകളോട് വിമുഖത കാണിച്ച മനുഷ്യൻ, ശത്രുത കാണിച്ച മനുഷ്യൻ. അല്ലാഹു പറയാം അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ സ ഉർഹിഖുഹു സുഊദ, ഒരു കുന്ന് ഞാൻ അയാളെ കയറ്റും. നരകത്തിലെ ഒരു താഴ്വരയിൽ അതിൻ്റെ അടിഭാഗം മുതൽ അതിൻ്റെ മുകൾ ഭാഗം വരെ ഞാൻ അദ്ദേഹത്തെ കയറ്റും. അയാൾക്കുള്ള ശിക്ഷ അതാണ്. കാരണം എന്താണെന്നറിയോ? ഇന്നഹു ഫക്കറ വഖദ്ദറ, അയാൾ ചിന്തിക്കുകയാണ് എത്ര കിട്ടും അവിടെ നിന്നാൽ, നബിൻ്റെ കൂടെ നിന്നാൽ എത്ര കിട്ടും. ഖുർആൻ നല്ലതാണ്, ഖുർആൻ്റെ സൗന്ദര്യം അംഗീകരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്നാൽ വഖദ്ദറ, അയാൾ കണക്ക് കൂട്ടുകയാണ്. ഫക്കറ വഖദ്ദറ സുമ്മ ഖുതില കൈഫ ഖദ്ദറ, ഇങ്ങനെ കണക്ക് കൂട്ടിയ ആൾ നശിച്ചിരിക്കുന്നു. വീണ്ടും അല്ലാഹു പറയാം അയാൾ എത്ര കണക്ക് കൂട്ടുന്നുണ്ടോ അത്രയും നാശത്തിലേക്കാണ് പോകുന്നത്. അയാളുടെ ഓരോ കണക്കുകളും ദുനിയാവിൽ വലിയ ലാഭമായിട്ട് തോന്നും. ആ സൗന്ദര്യം മനസ്സിലാക്കണം. പക്ഷെ ആഖിറത്തിൽ ആ കണക്കുകളൊക്കെ സുമ്മ ഖുതില കൈഫ ഖദ്ദറ, എല്ലാം നാശത്തിലേക്കാണ്, അയാളുടെ തകർച്ചയിലേക്കാണ്. സുമ്മ നദറ വബസറ, നോക്കി എന്ന് പറഞ്ഞാലും നദറ അല്ലേ അല്ല പ്രയോഗിച്ച വാക്ക്. ബസറ എന്ന് പറഞ്ഞാലോ ബസറും കണ്ണാണ്, നദറും കണ്ണാണ്. പക്ഷെ ആ രണ്ട് വാക്ക് പ്രയോഗിച്ച് ശ്രദ്ധിക്കണം. നദറ വബസറ, നോക്കി ചിന്തിച്ചു, ഉൾക്കണ്ടുകൊണ്ട് ചിന്തിച്ചു. ഉൾക്കണ്ടുകൊണ്ട് കാണുന്നതിനാണ് ബസറ എന്ന്. ബസീറ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച. സുമ്മ നദറ വബസറ സുമ്മ അദ്ബറ വസ്തക്ബറ, അവസാനം കണക്കൊക്കെ കൂട്ടി എവിടെ നിന്നാലാണ് ലാഭം കിട്ടുക എന്ന് മനസ്സിലായി. അദ്ബറ, അയാൾ തിരിഞ്ഞുപോയി. വസ്തക്ബറ, കിബർ കാണിച്ചു. ഫഖാല ഹാദാ ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19. നരകത്തിന്റെ ഭീകരത വിശദീകരിക്കാൻ ഇയാൾക്ക് കൊടുക്കാൻ പോണ നരകം അതാണ്. എത്ര കാവൽക്കാരുണ്ട്, ആ കാവൽക്കാരുടെ പ്രത്യേകത ഇങ്ങനെയാണ്. മാത്രമല്ല 19, ആകെ 19 ആളാണ്. ആ 19 ആളെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കൂട്ടത്തിലെ ആൾക്കാർ പറയും ഒരാളെ ഞാൻ എൻ്റെ തോളുകൊണ്ട് വെക്കാം, ഒരാളെ ഞാൻ എൻ്റെ കഴുത്തുകൊണ്ട് വെക്കാം, ബാക്കിയുള്ളവർ നിങ്ങൾ നോക്കിക്കോളേ. ഇങ്ങനെ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ആ ആയത്താണ് അല്ലാഹു പറയാൻ. അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ചെറിയ ഹദീസുണ്ട്. ഞാൻ എൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ ഓരോ ഈ ഖുർആനിൻ്റെ സൗന്ദര്യം പറയുമ്പോൾ തന്നെ 1-2 ആയത്തുകൾ കൂടി പറഞ്ഞ് വിശദീകരിക്കണം എന്ന് വിചാരിച്ചതാണ്. സമയം കിട്ടുമെന്നറിയില്ല. ഞാൻ ഒരായത്തെങ്കിലും പറയും, പക്ഷേ അതിന് മുമ്പ് ഈ ഒരു ആമുഖം സൂചിപ്പിക്കാൻ. കാരണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഖുർആൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ആസ്വദിക്കാൻ കഴിയില്ല. ഈ വലീദ് ഇബ്നു മുഗീറയെ പറ്റി അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇദ്ദേഹം ജായിലൻ നബി, ആരാ മനുഷ്യൻ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയാണ്. ഫഖറഅ അലൈഹിൽ ഖുർആൻ, നബി ഇയാൾക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഫകഅന്നഹു റഖലഹു, ആ ഖുർആൻ കേൾക്കുന്ന സമയത്ത് ഇയാളുടെ മനസ്സിന് വല്ലാത്ത ലോലം, നിർമ്മലമായൊരു അവസ്ഥ തോന്നുകയാണ്. ഈ സന്ദർഭം മനസ്സിലായില്ലെങ്കിൽ ഖുർആനിലെ സൂറത്ത് മുദ്ദസ്സിറിലെ അരങ്ങ നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ കാഠിന്യം മനസ്സിലാവില്ല. ഈ വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേരിട്ട്, വേറൊരു കാതുമില്ല, വേറൊരു വാക്കുമില്ല, വേറൊരു മറയുമില്ല, നേരിട്ട് പ്രവാചകനിൽ നിന്ന് ഖുർആനിലെ ആയത്ത് കേൾക്കുകയും വറഖലഹു ഫബലഅ ദാലിക അബൂജഹൽ, ഇങ്ങനെ ഖുർആൻ കേൾക്കാൻ പോയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന വാർത്ത അബൂജഹൽ അറിയാണ്. വലീദ് ഇബ്നു മുഗീറ ഖുർആൻ പഠിക്കാൻ പോയ വാർത്ത അബൂജഹൽ അറിയാണ്. ഫാതാഹു ഫഖാല യാ അം ഇന്ന ഖൗമക യറൗന അൻ യജ്മഉ ലക മാല. അമ്മാണ്. അബൂജഹൽ ആരാണ്? പിതൃവ്യനാണ്, വാപ്പാൻ്റെ സഹോദരനാണ്. വലീദ, നിനക്ക് വേണ്ടി ഇവിടെ പിരിവടക്കുന്നുണ്ട്, പറയൺ യജ്മഊന ലക മാല. നിനക്ക് പൈസൻ്റെ പ്രശ്നമാണോ? അതാണ് അവിടെ പോയി നിൽക്കുന്നത്? പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണോ? നിനക്ക് ഞങ്ങൾ കുടുംബക്കാരെന്ത് ചെയ്യുന്നുണ്ട്? പണം ശേഖരിക്കുന്നുണ്ട്. യജ്മഊന ലക മാല. അപ്പോൾ ലിമ, എന്തിനാ? വലീദ് ഇബ്നു മുഗീറ ചോദിക്കുകയാണ്. ഖാല ലിയഅതൂകഹു ഫഇന്നക അതൈത മുഹമ്മദ, താങ്കൾക്ക് തരാനാണ്, ഞങ്ങൾ മുഹമ്മദിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ലിതഅരിള ലിമാ ഖബ്ലഹു, എന്താണോ മുഹമ്മദിന് അവതരിപ്പിക്കപ്പെടുന്നത് അത് ഈ നാട്ടിൽ പ്രദർശിപ്പിക്കണം, അതിനെപ്പറ്റി പറയണം, അതിനെപ്പറ്റി സംസാരിക്കണം, അത് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് നിന്നെക്കുറിച്ച് ഇവിടെ ആളുകൾ പറയുന്നുണ്ട്. അലിമത്ത് ഖുറൈശുൻ അന്നീ മിൻ അക്സരിഹ മാല. എന്നിട്ട് അദ്ദേഹം പറയാ, പക്ഷേ ഖുറൈശികൾക്കറിയില്ലേ ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ഞാനിന്ന്. വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ സംഭവമാണ്. ഫഖുൽ ഫീഹി ഖൗലൻ, അവരോട് പറയുക, യബ്ലുഗു ഖൗമക അന്നക മുൻകിറു ലഹു ഔ അന്നക കാരിഹു ലഹു വമാദാ അഖൂലു ഫവല്ലാഹി മാ ഫീകും റജുലുൻ അഅലമു ബിൽ അശ്ആർ മിന്നി.
എന്നെക്കാൾ കവിതകളെക്കുറിച്ച്, എന്നെക്കാൾ സാഹിത്യത്തെക്കുറിച്ച് ഒരു മനുഷ്യനും ഇവിടെ ഇല്ലല്ലോ, അറിയുന്ന ഒരു മനുഷ്യനും ഇല്ലല്ലോ, ഒരു ആലിമും ഇവിടെ ഇല്ലല്ലോ. എന്നാൽ അവിടെ പോയി പറയേ, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധനാഢ്യം കൂടിയാണ് ഞാൻ. എനിക്ക് പൈസൻ്റെ ആവശ്യമില്ല, എനിക്ക് അറിവിൻ്റെയും ആവശ്യമില്ല, ഇൽമിൻ്റെയും ആവശ്യമില്ല. ഇന്ന് മക്കയിൽ അവതരിക്കുന്ന, ഇന്ന് ഖുറൈശിയിൽ അവതരിക്കുന്ന ഒരു ഖസീദയിലും ഒരു സാഹിത്യ കാവ്യത്തിലും അതിൻ്റെ റജസ്, സാധാരണ അത് ഭാഷയാണ്, കവിതയുമായി ബന്ധപ്പെട്ടത്, അതിൻ്റെ വൃത്തത്തെക്കുറിച്ച്, അതിൻ്റെ രീതികളെക്കുറിച്ച്, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച്, അതിൻ്റെ കെലിമത്തുകളെക്കുറിച്ച് അതിനെപ്പോലും എന്നെക്കാൾ അറിവുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലല്ലോ. കവിത അറിയാം, കവിതാശാസ്ത്രം അറിയാം, അതുപോലെ തന്നെ സാഹിത്യ ഭംഗിയെക്കുറിച്ചറിയാം, സമ്പത്തുമുണ്ട് എന്നിങ്ങനെ എല്ലാ വർത്തമാനങ്ങളും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാചകം. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാം, വല്ലാ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ആ ഖുർആൻ കേട്ടപ്പോൾ സ്വന്തം അമ്മിനോട് പറയാൻ, അല്ലാഹു ആണ് സത്യം, വല്ലാഹി അല്ലാഹു ആണ് സത്യം, ഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ലഹു ഹലാവ, മുഹമ്മദ് പറയുന്ന വർത്തമാനത്തിനൊരു മാധുര്യമുണ്ട്, സത്യാണ്. ഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ലഹു ഹലാവ, അതിനൊരു ഭംഗിയുണ്ട്. വ ഇന്ന അലൈഹി ലതലാവ, അതിനൊരു നീട്ടവും അതിനൊരു പരപ്പുമുണ്ട്, അതിനൊരു ആഴമുണ്ട്, അതിനൊരു ആസ്വാദനമുണ്ട് എന്ന് അദ്ദേഹം പറയാൻ. വ ഇന്നഹു ലമുസ്മിറുൻ അലാ, എത്ര തന്നെ സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടാലും ഏറ്റവും മുകളിൽ മുഹമ്മദ് പറയുന്ന വർത്തമാനങ്ങളായിരിക്കും. വലീദ് ഇബ്നു മുഗീറ പറയാൻ, മുഗ്ദിഖുൻ അസ്ഫലഹു, ബാക്കിയുള്ളതൊക്കെ താഴെയിരിക്കും, ഇത് മുകളിലായിരിക്കും. വ ഇന്നഹു ലയഅലു വമാ യുഅലാ, ഇത് കയറിക്കൊണ്ടേയിരിക്കും, ഇത് ചവിട്ടുപടികൾ കയറി ചവിട്ടി ചവിട്ടി ഉന്നതങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും, ബാക്കിയെല്ലാം താഴേക്കായിരിക്കും. പക്ഷേ വലയുഅല, ഇതിനെ തോൽപ്പിക്കാൻ കഴിയൂല. ഇതിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം, ഒരു വർത്തമാനം ഒരാൾക്കും ഒരു കാലത്തും കൊണ്ടുവരാൻ പറ്റില്ല. വ ഇന്നഹു ലയുഹ്തിമു മാ തഹ്ത, അതിൻ്റെ താഴെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഒരു കാലത്തും ഉയരാതെ അങ്ങനെ പൊളിഞ്ഞ് തകർന്ന് കിടന്നുകൊണ്ടേയിരിക്കും എന്ന് വലീദ് ഇബ്നു മുഗീറ പറയുന്ന വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമുക്ക് പറഞ്ഞു തരാൻ. ഈ വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത്? സക്കറിലാണ്, നരകത്തിലാണ്, നരകത്തിൻ്റെ അഗാധതയിലാണ്, ആഴത്തിലാണ്, മഹാശിക്ഷയാണ്. അലൈഹാത്തിസ് 19 മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ നരകാഗ്നിയിലേക്കാണ് അദ്ദേഹം കടന്നു ചെല്ലാനുള്ളത് എന്നൊക്കെ അല്ലാഹു തആല വിശദീകരിച്ചത് എന്തിനാണെന്നറിയോ? അതിൻ്റെ സാഹിത്യ ഭംഗി കണ്ടിട്ടും അതിനെ ധിക്കരിച്ച് കളഞ്ഞ, അതിനെ നിഷേധിച്ച് കളഞ്ഞ ആളുകളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാണ്, നമ്മൾക്ക് അതിനോടുള്ള ഭംഗി താല്പര്യം കൂടാനാണ്, അത് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വർദ്ധിക്കാൻ വേണ്ടി. ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞല്ലോ, ഒരുപാട് വിഷയങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ മേഖലകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന്. ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളും പ്രാവീണ്യം നേടണം. ഇത് മുഴുവനായിട്ട് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റൂല. ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ ചില പരിമിതികളും സംഗതികളും ഉണ്ടാവും. ചില ആളുകൾക്ക് ഭാഷയായിരിക്കും, ചില ആളുകൾക്ക് അതിൻ്റെ സാഹിത്യവശങ്ങളായിരിക്കും, ചില ആളുകൾക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും, ചില ആളുകൾക്ക് ഖുർആനിലെ കഥകളായിരിക്കും, ചില ആളുകൾക്ക് ഖുർആനിലെ ഉപമകളായിരിക്കും, ചില ആളുകൾക്ക് ഖുർആനിലെ ഇതുമായി ഒരുപാട് ശാസ്ത്രശാഖകൾ നമുക്കിന്ന് കിട്ടുമല്ലോ. ഇതൊക്കെ ഓരോ മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിലിങ്ങനെ പഠിക്കാനും അതിനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നമുക്കതിനെ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് നബഉൽ അലീം എന്ന പുസ്തകത്തിന് തലവാചകം കൊടുത്തപ്പോൾ മുഹമ്മദ് അബ്ദുള്ള ദർറാസ് ഒരു കാര്യം കൂടി പറഞ്ഞു, ജദീദുൻ ഫി ഇൽമിൽ ഖുർആൻ. അയാൾ ആ നബഉൽ അലീം എന്ന തലവാചകം കൊടുത്തിട്ട് താഴെ ഒരു ടാഗ്ലൈൻ പറയാൻ, ജദീദുൻ ഫി ഇൽമിൽ, ഇന്ന് ഖുർആൻ പഠിക്കാൻ പറ്റിയൊരു പുതിയ ഗ്രന്ഥമാണ്, അതിൽ പുതിയ വശങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ആമുഖമായി പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, 8 കാലമായി. അതിൽ അദ്ദേഹം ആമുഖമായിട്ട് പറയുന്നത്, ഖുർആനിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ, ഭാഷാ സൗന്ദര്യം മനസ്സിലാക്കാൻ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഒരു പഠിതാവ് ആദ്യം ചെയ്യേണ്ടത് അറബി ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. അറബി ഭാഷ പഠിക്കാത്ത ഒരാൾക്ക് ഖുർആനിൻ്റെ ഭാഷാ സൗന്ദര്യം മനസ്സിലാക്കുക പ്രയാസമാണ്. കാരണം സലഫ് സ്വാലിഹ്യങ്ങളായ ഭൂരിഭാഗം പണ്ഡിതന്മാർ അദ്ദേഹം ആമുഖമായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ച് വരുന്നുണ്ട്. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത്,
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കോട്ട് ചെയ്യാണ്, യംബഗി ലികുല്ലി അഹദിൻ, ഖുർആൻ പഠിക്കണ ഓരോരുത്തർക്കും നിർബന്ധമാണ്, അരിഫ ഫളൽ ഖുർആൻ, ഖുർആനിൻ്റെ പ്രത്യേകത മനസ്സിലാക്കൽ, ആദ്യം ഖുർആൻ്റെ ഫളൽ മനസ്സിലാക്കൽ, വ കലാമൽ അറബ്, അറബികളുടെ സംസാരം മനസ്സിലാക്കൽ, അറബി ഭാഷ പഠിക്കണം. ഖുർആനിൻ്റെ ഭാഷാ സൗന്ദര്യം മനസ്സിലാക്കാൻ ആദ്യം അറബി ഭാഷ പഠിക്കണം, അത് നിർബന്ധമാണ്. ഇമാം മാലിക് അദ്ദേഹം പറഞ്ഞു, മൻ തകല്ലമ ഫീ മസ്ജിദിനാ ബിഗൈരിൽ അറബിയ്യ ഉഖ്രിജ മിൻ, അദ്ദേഹം ഫത്വ കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫത്വകളിലെ 32-ാം വാള് 255-ാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ ഇങ്ങനെ കാണാം, അറബി പറയാത്ത ഒരാൾ നമ്മളെ പള്ളിക്കൊക്കെ വരുത്. നമ്മ കുറച്ച് കടുപ്പാണ്. കാരണം എന്താണെന്നറിയോ, ഖുർആൻ പഠിക്കണമെങ്കിൽ അറബിയിലെ വാക്കുകൾ, ഖുർആൻ അറബിയിലല്ലേ, അറബി പഠിക്കണ്ടേ, നിർബന്ധമാണ്, എന്നാലേ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ. ഖുർആൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ആ ഭാഷ കൂടി, ഖുർആനിൻ്റെ ഭാഷ കൂടി പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഓരോ മേഖലകൾ, നമുക്ക് കുറേ തിരക്കുണ്ടാവും, ബിസിനസ് ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും, അതുപോലെ തന്നെ ജോലി ഉണ്ടാവും. ഇതിന് പിന്നെ പ്രായം സംഗതി ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഖുർആൻ പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എപ്പോൾ ഒരു ഖുർആൻ്റെ മത്സരം നടത്തിയാലും അല്ലേ, ഖുർആൻ തഫ്സീറിൻ്റെ മത്സരമാണ്, ഹിഫ്ള് മത്സരം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ മത്സരങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാറുള്ളത് പലപ്പോഴും പ്രായമുള്ള ആൾക്കാരാണ്, സ്ത്രീകളുമാണ് ഉള്ളതിൽ കൂടുതൽ. കഴിഞ്ഞ റമദാനിൽ കണ്ടൊരു വീഡിയോ, ഒരു മാധ്യമ പ്രവർത്തകന് കരയാണ്. ഖുർആനിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് ഡോക്യുമെൻ്ററികളൊക്കെ നമ്മൾ കാണലുണ്ട്. പക്ഷേ ലോകത്തുള്ള ഒരുപാട് മനുഷ്യരെ കരയിപ്പിച്ചൊരു വീഡിയോ ആണത്. മുറാസിൽ തിൽഫാസ്, അയാൾ കരയാണ്, മീഡിയ പ്രവർത്തകൻ കരയാണ്, ഇൻ്റർവ്യൂ ചെയ്യാണ് ഒരു ഹാഫിളിനെ. ഹാഫിൾ ആരാന്നറിയോ? അമ്മ, കണ്ണാണാത്ത മനുഷ്യനാണ്. അയാളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ അത് കാണാതെ പഠിച്ചത്, ഖുർആൻ എങ്ങനെ കാണാതെ ഹിഫ്ളാക്കി, ഫുള്ള് ഹിഫ്ളാക്കി, ഓരോ ആയത്തും ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചില മത്സരങ്ങളിൽ കാണുന്നത് പോലെയാണ് ഇദ്ദേഹം. അതായത് ഇന്ന പേജിൻ്റെ തുടക്കം എന്താണ്, ഇത്രാമത്തെ പേജിൻ്റെ തുടക്കം, ഇങ്ങനത്തെ ചോദ്യമാണ്. അതിലിങ്ങനെ ഹിഫ്ള് ഇങ്ങനെ പറയുകയാണ്, ഓരോ ആയത്തും ഓതുകയാണ്. ഇദ്ദേഹം കരയാണ്. ഇത് ചോദിക്കുക, കൈഫ ഹഫിൾത, എങ്ങനെ മനപ്പാടാക്കി? അദ്ദേഹം പറയാണ്, ബിസമായി, ഇതുകൊണ്ടാണ്. നമുക്ക് ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. നമ്മളെവിടെയാണ് എന്നൊരു ചോദ്യത്തിന് വേണ്ടി മാത്രം. അത് എന്തിനാന്ന് വെച്ചാൽ ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. അഹമ്മദ് ഷൗക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്, ഇന്നല്ലദീ മല അൽ ലുഗാത്തി മഹാസീന ജഅലൽ ജമാല വസിറഹു ഫില്ലാദി. ലോകത്തൊരുപാട് ഭാഷകളുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ കുട്ടികൾ ജർമ്മൻ പഠിക്കുന്നുണ്ട്, സ്പാനിഷ് പഠിക്കുന്നുണ്ട് അല്ലേ. പണ്ടൊക്കെ ഒരു ഇംഗ്ലീഷും അറബി മാത്രമായിരുന്നു സ്കൂളിൽ. ഇന്ന് സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞാൽ കുട്ടികളിത് പ്രത്യേക സ്പെഷ്യലൈസേഷനായിട്ട് പഠിക്കുകയാണ് അല്ലേ. ബ്രിട്ടീഷ് ഇംഗ്ലീഷും മറ്റത് ഓരോ ഭാഷകൾ പഠിക്കണം. എന്തിനാണ്? വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതുപോലൊരു പ്രാധാന്യം അറബി ഭാഷയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം. എത്രയോ പൈസ കൊടുത്തിട്ട് ജർമ്മൻ പഠിക്കും, ഫ്രഞ്ച് പഠിക്കും, സ്പാനിഷ് പഠിക്കും, പക്ഷേ ഖുർആൻ ഓതാൻ പഠിക്കാത്ത, അതിന് സമയം കണ്ടെത്താത്ത ആൾക്കാരെ കാണാം. അഹമ്മദ് ഷൗക്കിൻ്റെ വളരെ സുന്ദരമായ വരിക, ഇന്നല്ലദീ ജഅലൽ ലുഗാത്തി മഹാസീന, ഭാഷകളെ സൗന്ദര്യമാക്കിയ പഠിച്ചോനെ. ഭാഷ സൗന്ദര്യമാണ്. ഏത് നാട്ടിൽ പോയാലും മലയാളത്തിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ട്. നമ്മൾ കാസർഗോഡ് പോയ മലയാളമല്ല നമ്മൾ മലപ്പുറത്തുള്ള മലയാളമല്ല തിരുവനന്തപുരത്ത്. ഭാഷ സൗന്ദര്യമാണ്, അതിൻ്റെ രസമാണ്. ആ സൗന്ദര്യം മനസ്സിലാക്കിയ ആളുകളോട് പറയാൻ, വജഅല ജമാല വസിറഹു ഫില്ലാദി. പക്ഷേ എല്ലാ ഭാഷകളെക്കാളും സൗന്ദര്യം ഏത് ഭാഷക്കാണെന്നറിയോ? അറബി ഭാഷക്കാണ്. അതിലാണ് സിറുള്ളത്, അതിലാണ് രഹസ്യങ്ങൾ, സീക്രട്ടുകൾ മുഴുവൻ എവിടെയുള്ളത്? അറബി ഭാഷയിലാണുള്ളത്. അതുകൊണ്ടാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിനെ സംരക്ഷിക്കുന്ന പടച്ചോൻ ഏത് ഭാഷയിലാണ് ഇറക്കിയത്? അറബി ഭാഷയിലാണ്. മുഹമ്മദ് നബി ഏതാ ഭാഷ? അറബിയാണ്. ആ ഭാഷ പഠിക്കാതെ ഖുർആനിൻ്റെ ഭാഷ പഠിക്കാൻ കഴിയില്ല, ഖുർആൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് അന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട്, അറബി പറയാത്ത ഒറ്റൊന്നിനും എൻ്റെ പള്ളിക്ക് ഉണ്ടാവാൻ പാടില്ല, എൻ്റെ പള്ളിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞൊരു വാക്കുകൂടി ഉണ്ട്, അൽ ലിസാനുൽ അറബി. സമയം ഇങ്ങനെ ദീർഘിച്ചു പോവുക. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഷിആറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടയാളാണ്, സിമ്പലാണ്. വ അഹ്ലുഹു, ഇസ്ലാമിൻ്റെ ആൾക്കാർക്കും മുസ്ലിങ്ങളുടെ ഇസ്സത്താണെന്ത്? മുസ്ലിങ്ങളുടെ ഷിആറാണെന്ത്? അറബി ഭാഷ. അറബി അറിയില്ല, എനിക്ക് ഞാൻ വായിക്കാനും എഴുതാനും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ എന്തില്ല? ഒരവകാശമില്ല.
കാരണം നമുക്ക് നിസ്കരിക്കണമെങ്കിൽ അറബി അറിയണം. ഫാത്തിഹൻ്റെ അർത്ഥം ഓതി നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സൂറത്തുകൾ അത് മനഃപ്പാഠമാക്കണം, അത് ചൊല്ലണം. അത് ചൊല്ലുന്നതും അത് ഓതുന്നതും അത് പറയുന്നതും ഒക്കെ അറബിയിലാണെങ്കിൽ ആ ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഒന്നുകൂടി ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വല്ലുഗാത്ത് മിൻ അഅ്ളമി ശആഇരിൽ ഉമം. ഏതൊരു കാലഘട്ടത്തിൽ ഒരു സമുദായത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കൽ ഭാഷ നോക്കിയിട്ടാണ്. അത് ഓരോ ചരിത്രത്തിലും നമുക്ക് മനസ്സിലാകും. ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെയാണ്. ഭാഷയുടെ വലിപ്പം നോക്കിയിട്ടാണ് ഓരോ സമുദായങ്ങൾക്ക് അവിടെ വലിപ്പങ്ങൾ കണ്ടിരുന്നത്. അല്ലത്തി ബിഹായ തമയ്യസൂൻ. ഭാഷ കൊണ്ടാണ് പല നാടുകളും പല സമുദായങ്ങളും തന്നെ വ്യതിരക്തമായി അതല്ലെങ്കിൽ സവിശേഷമാക്കി മാറ്റപ്പെടാറുണ്ടായിരുന്നത്. അതുകൊണ്ട് മുസ്ലിമിൻ്റെ സവിശേഷത എന്താണ്? അറബി ഭാഷയാണ്. മാത്രമല്ല, അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഇന്ന നഫ്സൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷൻ്റെ സ്ഥാനം അതെന്താണ്? അത് ഫിദ്ദീൻ, മതത്തിൻ്റെ നഫ്സാൻ, മതത്തിലെ നഫ്സാൻ. വ മഅരിഫതുഹ, അറബി അറിയുക എന്നുള്ളതോ ഇബ്നു തൈമിയ്യ പറയാം ഫർദുൻ വാജിബുൻ. അർത്ഥം ഞാൻ പറയണ്ടല്ലോ, നിർബന്ധമാണ്. ലിഅന്ന ഫഹ്മൽ കിതാബി വസുന്ന, കാരണം ഖുർആനും സുന്നത്തും പഠിക്കണമെങ്കിൽ ഫർദുൻ. എന്ത് ഫർദാണ്? അറബി ഭാഷ ഫർദാണ്. വലാ യഫ്ഹമു ഇല്ലാ ബിൽ ലുഗത്തിൽ അറബിയ. കിതാബ് എന്തിലല്ലാതെ മനസ്സിലാവില്ല? അറബി ഭാഷയിലല്ലാതെ മനസ്സിലാവില്ല. പ്രവാചകൻ്റെ ഹദീസുകൾ അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് മനസ്സിലാക്കുക പ്രയാസമാണ്. അപ്പോൾ നമുക്കിങ്ങനെ വിചാരിക്കും, ചാറ്റ് GPT ഇല്ലേ അല്ലേ, ട്രാൻസ്ലേഷൻ കൊടുത്താൽ വരൂലേ? പക്ഷേ എത്ര അബദ്ധങ്ങളാണ്. ഒരു ഹോട്ടലിന് പേര് കൊടുത്തത് നമുക്ക് കാണാം, ട്രാൻസ്ലേഷൻ കൊടുത്തതാണ്, മഹാ അബദ്ധമാണ്. ഹോട്ടലിൻ്റെ പേര് വേറെന്തോ കമ്പനീൻ്റെ പേരായിട്ട് മാറി. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു പരിധി. പക്ഷേ അറബി ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അവസാനം പറയാൻ, വൽവാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. അറബി ഭാഷ എങ്ങനെ പഠിക്കണം എന്നറിയോ? നിർബന്ധമാണ്, അനിവാര്യമാണ് എന്ന് പ്രയോഗം തന്നെ കാണും. വൽവാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഇതില്ലാതെ പറ്റൂല കേട്ടോ. ഖുർആൻ പഠിക്കണമെങ്കിൽ അറബി ഭാഷ അറിയാതെ പറ്റില്ല. വഖദ് അജ്മഅൽ ഉലമാഉ ഖാതിബതൻ, പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ ഏകോപിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അസ്സലഫു വൽ ഖലഫു, പണ്ടത്തെ പണ്ഡിതന്മാരും പൂർവികരും പൗരാണികരും അതുപോലെ തന്നെ ആധുനികരും എല്ലാവരും ഒരുപോലെ പറഞ്ഞതാണ്, അല അന്നൽ അബ്ദ ലാ യബ്ലുഗു ദറജത്തൽ ഇജ്തിഹാദ്. ഏതുവരെ? ഇജ്തിഹാദ്, ഗവേഷണം നടത്താൻ ആ ഒരു ദർജല്ലേ, ആ ഒരു പദവി ലഭിക്കണമെങ്കിൽ ഹത്താ യതഅല്ലമൽ അറബിയ, അറബി പഠിക്കണം. ഇജ്തിഹാദ്, ചില വിഷയങ്ങൾ ഇജ്തിഹാദ് നടത്തണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് ഇജ്തിഹാദിൻ്റെ വിഷയമാണ്, അത് അങ്ങോട്ട് വിടണം, അത് ഇന്ന ആലിമീങ്ങൾക്ക് വിടണം. പക്ഷേ ഇജ്തിഹാദിൻ്റെ ഒരു ഷർത്ത് എന്താണെന്നറിയോ? ഒരു മുജ്തഹിദ് ആരായിരിക്കണം? അറബി ഭാഷ പഠിക്കുന്ന ആളായിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ റത്തുബത്തുൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിൻ്റെ ഒരു മർത്തബയാണ് മുതവഖഫത്തുൻ അലൈഹി, അറബി ഭാഷയിൽ നിർത്തിയിട്ടുണ്ട്. അറബി അറിയണ ആളായിരിക്കണം മുജ്തഹിദ്. ഒരു വിഷയത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടാകണമെങ്കിൽ, അഗാധ അറിവുണ്ടാകണമെങ്കിൽ അറബി ഭാഷ നിർബന്ധമാണ് എന്ന് വിശദീകരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്തിൻ്റെ ആമുഖാണ്? അറബി ഭാഷ എന്നത്, ഭാഷ പഠിക്കുക എന്നത് ഖുർആനിൻ്റെ സൗന്ദര്യം പഠിക്കാനുള്ള ആധാരമാണ്, അടിസ്ഥാനമാണ്. ഞാൻ ആ ഗ്രന്ഥത്തിൽ ഒരൊറ്റ ആയത്ത് മാത്രമാണ് അതിൻ്റെ സൗന്ദര്യം വിശദീകരിക്കാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക, നന്നാവും. ഫോണിലാണെങ്കിൽ ഫോണിലെടുക്കുക, ആ ആയത്ത് കണ്ടങ്ങനെ പോവുക. കാരണം ഒരുപാട് ആയത്തുകൾ അദ്ദേഹം പറയേണ്ട, നമുക്ക് ഒരു ആയത്ത് മാത്രം, അതിന് സമയം കിട്ടില്ല. അതിൻ്റെ 3 ഭാഗമേ ഞാൻ പറയുള്ളൂ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹു ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. എങ്ങനെയാണ് ഖുർആനിൻ്റെ ഓരോ ആയത്തുകളുടെയും ഭാഷാ സൗന്ദര്യം പഠിക്കുക എന്നതിലേക്കുള്ളൊരു സൂചകം മാത്രമായിട്ടാണ് ഈ ഒരു ആയത്തിനെ ഉദാഹരിക്കുന്നത്. അത് ഫുള്ളൊന്നും പറയാൻ നമുക്ക് സമയമില്ല, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞു തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഈ ആയത്തിൻ്റെ അർത്ഥം കിട്ടുമെന്ന് നോക്കെല്ലാവരും. വൈദാ ഖീല ലഹും എന്ന് പറഞ്ഞു നോക്കി. അവരോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാവൂ, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു,
ബിമാ അൻസൽ അല്ലാഹ്, ബിമാ അൻസൽ അല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിമാ ഉൻസില അലൈന, ഞങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ, വയക്ഫുറൂന, അവർ നിഷേധിക്കുകയും ചെയ്യുന്നു, ബിമാ വറാഅഹു, അതിന് ശേഷം അതിന് പിന്നിലുള്ളത്, അതിന് പിന്നിൽ മുമ്പുള്ളതിനെ അവർ എന്ത് ചെയ്യും, അതിന് പിറകെയുള്ളതിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വഹുവൽ ഹഖു, അത് സത്യമായിരിക്കും. മുസദ്ദിഖൻ, സത്യപ്പെടുത്തുക. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യവും, മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നു. ലിമാ മഅഹും, അവരുടെ പക്കലുള്ളതിനെ, അവരുടെ കൂടെയുള്ളതിനെ. ഖുൽ, നബിയെ അവരോട് പറയുക, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക, ഫലിമ തഖ്തുലൂന അംബിയ അല്ലാഹ്, എന്നിട്ടും എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വധിക്കുന്നത്? മിൻ ഖബ്ലു, മുന്നേ അല്ലേ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. ഇതിൽ 3 വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ബിമാ അൻസൽ അല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക. രണ്ടാമത് പറഞ്ഞത് നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മൂന്നാമത് ബിമാ വറാഅഹു, അതിന് പിറകിലുള്ളത് അതിന് മുമ്പേ ഉള്ളതും നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ജൂതന്മാരോടാണ് അഭിസംബോധന, യഹൂദികളോടാണ്. മുഹമ്മദ് അബ്ദുള്ള ദറാസി ഈ ആയത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഇതിൽ ഖുർആനിൽ വിശ്വസിക്കൂ എന്ന് പറയാതെയാണ് അള്ളാഹ് ഒരു ശൈലി പ്രയോഗിച്ചത്. എന്താ പറഞ്ഞത്? ആമിനു ബിൽ ഖുർആൻ എന്നാണോ? അല്ല. എന്താ പറഞ്ഞത്? ആമിനു ബിമാ അൻസൽ അല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ബുദ്ധിയുള്ള ആൾക്കാരോടുള്ളൊരു സംവാദമാണ് ഈ ആയത്ത്. ജൂതന്മാരാണ് അന്ന് അല്ല, മനുഷ്യർക്കിടയിൽ ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗമാണ്. അള്ളാഹ് കൊടുത്തൊരു അനുഗ്രഹമാണ്. അവർക്ക് കൊടുത്ത അക്കല് മറ്റു ജനവിഭാഗങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ സന്തതികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലൊരു അനുഗ്രഹമാണ് അതാണ്. അതുകൊണ്ട് അള്ളാഹ് അവർക്ക് കൊടുക്കണ ഉപദേശം എങ്ങനെ ആയിരിക്കണം എന്നറിയോ? ബുദ്ധിപരമാകണം. അങ്ങനെ ബുദ്ധിപരം അവർ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കൽപ്പന. അവരോട് പറയണം ആമീനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകണേ, ബിമാ അൻസൽ അല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ മുഅ്മിനീങ്ങളാകണേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അള്ളാഹു തആല ഖുർആനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു? ആമിനു ബിൽ ഖുർആൻ എന്ന് പറഞ്ഞില്ല. ശരിക്കും ആയത്തിൻ്റെ അർത്ഥം അതാണ്. ഇദ്ദേഹം അബ്ദുള്ള ദറാസ് പറയാൻ ആമിനു ബിൽ ഖുർആൻ കമാ ആമൻതും ബി തൗറാത്ത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ തൗറാത്തിൽ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കണം. അലസ്തും ഖദ് ആമൻതും ബി തൗറാത്ത്, നിങ്ങൾ തൗറാത്തിൽ വിശ്വസിച്ചവരല്ലേ? അല്ലത്തി ജാഅ ബിഹ മൂസ, മൂസ കൊണ്ടുവന്ന തൗറാത്തിൽ വിശ്വസിച്ചതല്ലേ? കാരണം ആ തൗറാത്ത് ഏതാ? ലി അന്നഹ അൻസലല്ലാഹ്, അതാരെ ഇറക്കിയതാ? അതും അള്ളാഹ് ഇറക്കിയതാണ്. ഫൽ ഖുർആനുല്ലദി ജാഅ ബിഹി മുഹമ്മദ്, മുഹമ്മദിന് അവതീർണമായ ഖുർആനോ അൻസലല്ലാഹ്, അതും ആരിറക്കിയതാണ്? അള്ളാഹ് ഇറക്കിയതാണ്. ഫആമിനു, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ബിമാ അൻസലല്ലാഹ്, അള്ളാഹ് അവതരിപ്പി. ആ ആശയം കിട്ടാൻ ഖുർആൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ അതിൽ മാത്രമേ പോയി. ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞു പോയ കാലഘട്ടം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആരായിരുന്നു എന്നുള്ള ഓർമ്മിക്കാൻ, ബനി ഇസ്രായേൽ ആരായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ, ജൂതന്മാരാരായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ, അവരുടെ മനസ്സിൽ തട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ശൈലി പ്രയോഗിച്ചതെന്ന് അദ്ദേഹം പറയാം. ആമിനു ബിമാ അൻസൽ അല്ലാഹ്, അള്ളാഹ് അവതരിപ്പിച്ചതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ എന്തിനാ? തൗറാത്ത് ഇപ്പം നിങ്ങളെ കയ്യിലുണ്ടല്ലോ, തോറ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഖുർആനിലും വിശ്വസിച്ചൂടെ? അത് പ്രയോഗിച്ചൊരു ശൈലിയാണ്. അദ്ദേഹം പറയാണ് മാത്രമല്ല, ഫൻദുർ കൈഫ ജമഅൽ ഖുർആൻ, ഖുർആൻ ഈ ആശയങ്ങൾ മുഴുവൻ കെട്ട് ജമഅ ചെയ്തു. ഈ ഒറ്റ ബിമാ അൻസൽ അല്ലാഹ് എന്നുള്ള ഒറ്റ വാക്കിൽ ഈ ആശയം തൗറാത്തിൽ വിശ്വസിച്ചതുപോലെ ഖുർആനിൽ വിശ്വസിക്കണം എന്നുള്ള ഒറ്റ ആശയം, ബിമാ അൻസൽ അല്ലാഹ് എന്നുള്ള ഒരൊറ്റ ആശയത്തിൽ ഫിഹാദൽ ലഫ്ള് ആമിനു ബിമാ അൻസൽ അല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കണമെന്ന ഈ ഒരൊറ്റ പദത്തിൽ വസിർറു ദാലിക്, അതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ? അതിൻ്റെ രഹസ്യം എന്താണെന്നറിയുമോ? അന്നഹു അദ്ലുൻ ബിൽ കലാം, സംസാരത്തിലെ നീതി അതാണ്. സംസാരത്തിലെ നീതി എന്ന് പറഞ്ഞാൽ എല്ലാം പറയണം, എല്ലാം മനസ്സിലാവുന്ന രൂപത്തിൽ പറയണം, മറച്ചു വെച്ച് പറയാൻ പറ്റൂല. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. അതുകൊണ്ടാണ് ജൂതന്മാർക്ക് മനസ്സിലാകുന്നത് തൗറാത്ത് വിശ്വസിച്ചതുപോലെയുള്ള ഇതിൽ വിശ്വസിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പ്രയോഗിച്ചൊരു ഫസാഹത്താണത്. ഖുർആൻ്റെ
ഒരു ഫസാഹത്താണത്. അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കണം. അങ്ങനെ ഞാൻ വായിച്ചു പോകണില്ല, ഒരുപാട് ദീർഘമാണ്. ഫജഅല ദുആഹും ഇലൽ ഈമാൻ. അങ്ങനെ അല്ലാഹു തആല അവരെ ഈമാനിലേക്ക് ക്ഷണിക്കണം. ആ ഉപദേശി അവരോട് പറയണം ആമിനു ബിമ ഫൈദാ ഖീല ലഹും ആമിൻ, അവരോട് വിശ്വസിക്കാൻ പറയപ്പെട്ടാൽ എന്നാണല്ലോ ആ ഉപദേശി അവരോട് പറഞ്ഞത്. ഈമാനിലേക്ക് വരൂ, ഈമാനിലേക്ക് വരൂ. ദുആഉൻ ഇലശ്ശൈഇ ബിഹുജ്ജത്തി, ആ വിളിക്കണ സമയത്ത് ഒരു തെളിവ് കൂടി അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. എന്താ തെളിവ്? തൗറാത്തുള്ള പോലെ തന്നെയാണ് ഇതും, അള്ളാഹ് അവതരിപ്പിച്ചത് തന്നെയാണിതും എന്ന് ഹുജ്ജത്ത് കൂടി സ്ഥാപിച്ചുകൊണ്ടാണ് വബിദാലിക അഖ്റജദ് ദലീൽ വദ്ദഅവ ഫീ ലഫ്ളിൻ വാഹിദ്, വിളിയും വിളിക്കുള്ള തെളിവും ഒരൊറ്റ ലഫ്ളിൽ എന്ത് ചെയ്യാണ്? അള്ളാഹ് കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംഗതി, ഈ ബിമാ അൻസലല്ലാഹ് എന്നുള്ള രണ്ടാമത്തെ ഒരു സംഗതി കൂടിയുണ്ട്. അവിടെ മുഹമ്മദിനെ അവതരിപ്പിച്ചത് എന്നുള്ളതും പറഞ്ഞില്ല. ഖുർആൻ എന്ന് പറയാതെ തൗറാത്ത് മനസ്സിലാക്കാൻ കണക്ട് ചെയ്തത് എന്താണ്? അൻസലല്ലാഹ് എന്നുള്ള വാക്കാണ്. പക്ഷേ ഇവിടെ അൻസലല്ലാഹ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ അലാ മുഹമ്മദ് എന്ന് പറയണമായിരുന്നു. കാരണം ഖുർആൻ മറ്റേത് മൂസാ നബിക്കാണല്ലോ, ഇത് മുഹമ്മദ് നബിക്കാണല്ലോ. അതെന്താ പറയാതിരുന്നത്? അതും ഖുർആൻ കാണിച്ചൊരു അള്ളാഹു തആല കാണിച്ചൊരു സിറാണ്. എന്താണ് ആ സിറ്? ഉൻദുർ കൈഫ തവ ദിക്റൽ മുനസ്സല അലൈഹി. നോക്ക്, അള്ളാഹ് ആയത്തിൽ ഒളിപ്പിച്ചു വെച്ച മറ്റൊരു രഹസ്യം. എന്താണ് ആ രഹസ്യം? ലം യഖുൽ ആമിനു ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദിൻ്റെ മേൽ അവതീർണമായ അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം എന്ന് പറഞ്ഞില്ല. ബിമാ അൻസലല്ലാഹ് എന്നുള്ള വാക്ക് മാത്രമാണ് പറഞ്ഞത്. അതിലും കാരണമുണ്ട്. ഹാദാ ജുസ്ഉൻ മുതമ്മിം, ഇത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. ലിഅന്നഹു ലൗ ദക്കറ, അവിടെ എങ്ങാനും അല്ലാഹു തആല മുഹമ്മദ് എന്നൊരു വാക്ക് കൂടി ചേർത്തിരുന്നുവെങ്കിൽ സായിദൻ, അത് ഒന്ന് പദത്തിൽ കൂടലാണ്, ആയത്തിൻ്റെ വലിപ്പം കൂടാനൊരു കാരണമാകും. കാരണം പറഞ്ഞത്, കാരണം ഇത് മഫ്ഹൂമാണ്. ഖുർആൻ ആരുടെ മേലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് മഫ്ഹൂമാണ്, നേരത്തെ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ വഫീ നദറിൽ ഹിക്മത്തിൽ ഇർഷാദിയ്യ മുഫ്സിദ, ചില വാക്ക് അധികരിച്ച് പറയുക എന്നുള്ളത് അതിൻ്റെ സൗന്ദര്യം കേടുവരുത്തും. എണ്ണം കൂടാൻ പാടില്ല, വലിപ്പം കൂടാൻ പാടില്ല, ആവശ്യത്തിന് മാത്രമാണ്. ഖുർആൻ ഒരു ഹർഫ് പോലും വെറുതെ വെച്ചതല്ല എന്ന് പറഞ്ഞു, ഒന്നും കൂടിയതല്ല എന്നും പറഞ്ഞു. വെച്ചതെല്ലാം ആശയത്തിനാണ്. എന്നാൽ ഭാഷകൾക്കപ്പുറം പടച്ചോൻ കണ്ടൊരു സൗന്ദര്യം കൂടി ഉണ്ട് ആയത്തിന്, ഒരാശയം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഈ വചനത്തിലെ ഒരു മഹാ അത്ഭുതം മുഹമ്മദ് എന്നോ ഖുർആൻ എന്നോ പറയാത്തതിൻ്റെ മറ്റൊരു കാരണം കൂടി പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. മുഹമ്മദ് എന്ന പേരോ ഖുർആൻ എന്ന പേരോ കേട്ടാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇവരാരാണ്? ഇസ്ലാമിനോട് ബദ്ധവൈരികളായിട്ട് നിൽക്കുകയാണ്, എന്തിലും ഇടയാറാണ്, എന്തിലും ഏത് ഗ്യാപ്പ് കിട്ടിയാലും കുത്താൻ നോക്കുകയാണ്, വിമർശിക്കാൻ നോക്കുകയാണ്, ആക്രമിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ പക പുറത്തേക്ക് വരും. അപ്പോൾ വിശ്വസിക്കൂല. ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപദേശിക്കണത്. മുഹമ്മദ് എന്ന് കേട്ടാൽ ചിലപ്പം പറ്റൂല, ഞങ്ങളിൽ പെട്ട്, അത് ഞങ്ങളെ വംശപരമ്പരയിൽ വന്നതല്ലല്ലോ, വേറെ അല്ലേ. അവർക്ക് ഈഗോ വർക്ക് ചെയ്യും. അത് ഒന്നുകൂടി പറഞ്ഞു, വയുസീറു അഹ്ഖാദഹും, പക വർദ്ധിക്കും. കാരണം ഇവരെ വിശ്വസിക്കാത്തത് ഒറ്റ കാരണം കൊണ്ടാണ്. ഇസ്മായിൽ പരമ്പരയിൽ വന്നു, മറ്റേ പരമ്പരയിൽ വന്നില്ല, അല്ലേ? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. അല്ലാഹ് പറയാ, സ്വന്തം മക്കൾ അറിയണത് പോലെ അവർക്ക് ആരറിയാം? മുഹമ്മദ് നബിനെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്നിട്ട് അവർ വിശ്വസിച്ചില്ല. കാരണം എന്താ? പരമ്പര മാറി. ഇവർക്ക് ഇവരുടെ അഹങ്കാരമായിരുന്നു, ഹിഖ്ദായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ പേര് പറഞ്ഞാൽ അള്ളാഹ് ഉപദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? നടത്തുക. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മുഹമ്മദ് എന്ന് പറയാതെ, ഖുർആൻ എന്ന് പറയാതെ, ആമീനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹ് തന്നേൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഉപദേശിക്കാനുള്ള ഭാഷാ സൗന്ദര്യം കൂടി അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കണം. രണ്ടാമത്തെ സംഗതി ബിമാ ഉൻസില അലൈന, പിന്നെ അതിലതല്ലേ ബിമാ ഉൻസില അലൈന, ഞങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ മറുപടി പറയാൻ ആദ്യം അവർ വിളിച്ചു, പിന്നെ അവരുടെ മറുപടി എന്താണ്? വയക്ഫുറൂന ബിമാ വറാഹു, അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുക, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക. ആ നിരക്കുള്ളൊരു ഈമാനാണ് അവർ കൊണ്ടുവന്നത്. ഇനി ആ ഈമാനെ കുറിച്ച് പറയാൻ ജൂതന്മാരുടെ വാദം. കാരണം ജവാബുൽ യഹൂദ്, അവർ പറഞ്ഞു ഇന്നല്ലദീ ദഅാന ലിൽ ഈമാനി ബി തൗറാത്ത്, തൗറാത്തിൽ വിശ്വസിക്കണമെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്, ആ ഈമാൻ ഞങ്ങൾക്കുണ്ട്. അതാണ് ഒരു നുഅ്മിനു ബിമാ ഉൻസില അലൈന എന്നുകൊണ്ട് പറഞ്ഞത്. ഞങ്ങൾ നുഅ്മിനു ബിമാ ഉൻസില അലാ മൂസ എന്ന് പറഞ്ഞില്ല, ഈ തൗറാത്ത് എന്ന് പറഞ്ഞില്ല. കാരണം അവിടെ ഒരു സംഗതി കൂടി ഉണ്ട്. കാരണം എന്താ? അവിടുത്തെ മറ്റൊരു സംഗതി,
ലൈസ ഹുവ കൗനുഹു അൻസലഹല്ലാഹു ഫഹസ്. അള്ളാഹ് ഇറക്കിയെന്ന് മാത്രമല്ല, തൗറാത്ത് അള്ളാഹ് ഇറക്കിയെന്ന് മാത്രമല്ല, ഖുർആൻ അള്ളാഹ് ഇറക്കിയെന്ന് മാത്രമല്ല, ബൽ ഇന്നന ആമന്ന ബിഹ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വൽ ഖുർആൻ ലം യുൻസിലുഹു അലൈന, പക്ഷെ ഖുർആൻ ആർക്കിറങ്ങിയതല്ല, ഞങ്ങൾക്കിറങ്ങിയതല്ല, അത് മുഹമ്മദിന് ഇറങ്ങിയതാണ്. മാത്രമല്ല ഫലക്കും ഖുർആനുക്കും വലന തൗറാത്തുന, അവരുടെ ആ ഈമാൻ്റെ വനുമിനു ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ലക്കും ഖുർആനുക്കും, നിങ്ങൾക്ക് നിങ്ങളെ ഖുർആൻ ഉണ്ട്, ലന തൗറാത്തുന, ഞങ്ങൾക്ക് ഞങ്ങളെ തൗറാത്തും ഉണ്ട്, ഞങ്ങൾക്ക് ഈമാൻ ഉണ്ട്. ലക്കും ദീനുക്കും വലിയതിൻ്റെ വേറൊരു വാക്കാണ് ബിമാ ഉൻസില അലൈന എന്നുള്ള വാക്ക്. ബിമാ ഉൻസില ഇപ്പോൾ ആരുസർ പറഞ്ഞ സംഗതി ഒരു സംഗതി കൂടിയാണ്, അതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ്. അതായത് ബിമാ ഉൻസില അലൈന എന്ന് ആരൊക്കെ ഉമ്മിന് ബിമാ ഉൻസില അലൈന എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്ന ആശയത്തിലാണ് അവർ. വലിക്കുല്ലി ഉമ്മത്തുൻ ശറഅത്തു മിൻഹാജ, ഓരോ സമുദായത്തിനും ഓരോ ശറ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ മനഹജ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ മനഹജിലാണ്, നിങ്ങൾ നിങ്ങളെ മനഹജിലാണ് എന്നതിലൊക്കെ അവർ മറുപടി പറഞ്ഞതിനെ ഇദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കണം. നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നത് സാദ ഫി ഇജാസി ഹാദിഹിൽ ഇബാറത്തി അന്ന ഹദ്ഫഹ മിൻഹാ ഫായിലുൽ ഇൻസാൽ. കാരണം ഇത് ഉൻസില എന്നുള്ള വാക്ക് കൂടിയാണ് അവർ പ്രയോഗിച്ചത്. കാരണം ഉൻസില എന്ന് പറഞ്ഞാൽ അൻസല എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? അറബി പറഞ്ഞാൽ പറഞ്ഞോളി. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി അവതരിപ്പിച്ചു, ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു. അൻസല എന്ന് വന്നാൽ അതിൻ്റെ അപ്പുറത്ത് ആരുണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും, കർത്താവ് ഉണ്ടാവും, ഫായിൽ ഉണ്ടാവും. അൻസൽ അള്ളാഹ് എന്നുണ്ടാവും, ബിമാ അൻസൽ അള്ളാഹ് അല്ലേ. ഉൻസില എന്ന് പറഞ്ഞാലോ മജ്ഹൂലാണ്, ഓരോ വാക്ക് വരെ കണ്ണിങ്ങാണ്, ഓരോ തൊള്ളേന്നൊന്ന് വെറുതെ പുറത്തേക്ക് വരുന്നില്ല. ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഒരു തൗറാത്ത് അള്ളാഹ് അവതരിപ്പിച്ചാന്നൊരു പറയും, ഖുർആൻ എന്തല്ല, അത് അവിടെ ഒരു ആശയമുണ്ട്. അങ്ങനൊരു സ്വഭാവം കൂടി അവരുടെ സ്വഭാവത്തിലുണ്ട് എന്നതുകൂടി അവിടെ വിശദീകരിക്കും. വഹുവ ലഫ്ലുൽ ജലാല, അതൊരു ജലാലത്തിൻ്റെ ലഫ്ല് കൂടിയാണ്. ലി അന്നഹു തഖദ്ദമ ദിക്റു ഫീ നദർ, അദ്ദേഹം ഇങ്ങനെ പറയാണ്, അതായത് അൻസൽ അള്ളാഹ് എന്നുള്ള വാക്കല്ലേ, ഒരു ജലാലത്തിൻ്റെ വാക്ക് കൂടി. അപ്പോൾ അതുപോലും കൊടുക്കാതെ അത്രമേൽ സ്വന്തം കാപട്യം ഉള്ളിലൊതുക്കി തൗറാത്ത് മാത്രം അംഗീകരിക്കാം, ആ ഹിഖ്ദ് മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ രൂപത്തിൽ അവർ പറഞ്ഞ മറുപടിയെയും അല്ലാഹു തആല അവതരിപ്പിച്ചത് നോക്കണം. ബിമാ ഉൻസില നുഅ്മിനു ബിമാ ഉൻസില അലൈന എന്ന വാക്കുകൊണ്ട് മാത്രമാണ്. മൂന്നാമത്തെ വശം ബിമാ വറാഅഹു, അതിന് മുമ്പേ ഉള്ളത്, അതിന് പിറകെ ഉള്ളത് എന്നുള്ളതാണല്ലോ. യക്ഫുറൂന ബിമാ വറാഅഹു ഫൈനലി ഹാദിഹിൽ കലിമ, ഈ വാചകത്തിനുള്ളത് തഅമ്മു ബിഹി ഗൈറുൽ ഖുർആൻ, അള്ളാഹ് പറഞ്ഞത് ഖുർആൻ അല്ലാത്ത മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളെയും അവർ തള്ളാണ്. തൗറാത്തിൽ തന്നെ അവർ തള്ളാണ്, അവർക്ക് ആവശ്യമുള്ളത് എടുക്കും. അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം അവർ തിരുത്തും അല്ലേ. യുഹരിഫൂനൽ കലിമാൻ മവാലിഹി, ചില ആയത്ത് അല്ലെങ്കിൽ ചില വാക്കുകൾ ചില കെലിമത്തുകൾ അവരെന്ത് ചെയ്യും? മായ്ച്ചു കളയും. എന്നിട്ടാണ് അവർ ഗ്രന്ഥങ്ങൾ കൊണ്ടെടുക്കുക. ആ നിലക്ക് അവർ കാണിച്ചിരുന്നൊരു പ്രകൃതത്തെ കൂടി സൂചിപ്പിക്കുന്നതായിരുന്നു അവരുടെ വർത്തമാനം. ബിമാ വറാഅഹു, അതിന് പിറകെ എന്തൊക്കെയുണ്ട്? കാരണം എന്താ, ഈ തൗറാത്തിന് ശേഷമായിരുന്നു ഏത് അവതരിച്ചത്? ഇഞ്ചീൽ അവതരിച്ചത്. ഇഞ്ചീലിന് ശേഷമാണ് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ വറാഅഹു എന്നുള്ള വാക്ക് എന്തിലും കൂടി കണക്റ്റാണ്. സബൂർ ഒക്കെ ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ ഒക്കെ കടന്നു. അതായത് മൂസാ നബിൻ്റെ കാലത്തിന് ശേഷം ഏതെല്ലാം ഏടുകളും ഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ടോ ഒക്കെ അവിടെ തള്ളുകയാണ്. ഓരോരോ പ്രതാപം കാണിക്കുകയാണ്, ഓരോരോ അഹങ്കാരം കാണിക്കുകയാണ്. അതിന് അള്ളാഹ് കൊടുത്ത വാക്കെന്താണ്? വറാ എന്നുള്ള വാക്കാണ്. വറാ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നേ ഉള്ളൂ. അമാമ് ഫ്രണ്ട്, വറാവ് ബാക്ക്. പക്ഷെ ആ വറാ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ആ മറക്കു പിറകിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് ശേഷം, ഒന്നിന് ശേഷം എല്ലാം അവർ തള്ളുകയാണ്, നിഷേധിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്, ദാലിക അന്നഹും കമാ കഫറു ബിൽ ഖുർആൻ, അവർ ഖുർആൻ നിഷേധിച്ചതുപോലെ, അൽ മുനസ്സൽ അല മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ നിഷേധിച്ചതുപോലെ കഫറു ബിൽ ഇഞ്ചീൽ അൽ മുനസ്സൽ അല ഈസക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീലും അവർ നിഷേധിക്കുകയാണ്. വക്കിലാഹുമാ വറാ അത്ത് തൗറാത്ത്, ഇത് രണ്ടും എവിടെയാണ്? തൗറാത്തിൻ്റെ ബാക്കിലാണ്, തൗറാത്തിന് മുമ്പുള്ളതാണ്. വലാകിന്നഹും ലയക്ഫുറു ബിമാ ഖബ്ല തൗറാത്ത്, ഒന്നുകൂടി ശ്രദ്ധിക്കണം. തൗറാത്തിന് മുമ്പുള്ളത് എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. തൗറാത്തിന് ശേഷം വന്നതൊക്കെയാണ് നിഷേധിക്കുന്നത്. അതേതാ? മീൻ സുഫി ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ
സുഹ്ഫ് ഏടുകൾ അവർ നിശ്ചയിച്ചിട്ടില്ല. കാരണം അബ്രഹാമുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇവർ വാദിക്കുന്നത് അല്ലേ, യഹൂദിയം വല നസ്ര. അള്ളാഹ് പറഞ്ഞില്ലേ, ജൂതനല്ല ഇബ്രാഹിം, ജൂതനല്ല ഇബ്രാഹിം, ക്രിസ്ത്യാനിയല്ല, വലാക്കിൻ കാന ഹനീഫ്. ഇവർക്ക് ഈ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ സ്വന്താക്കാൻ ഈ എല്ലാ സമുദായം ശ്രമിക്കുകയാണ്, ആ കാലഘട്ടം മുതൽക്കേ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏടുകളടക്കമുള്ള സംഗതികൾ സംരക്ഷിക്കാനും അത് ഞങ്ങളുടേതാണെന്ന് പറയാനും എന്നാൽ അതിന് ശേഷമുള്ളതൊക്കെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനും പ്രയോഗിക്കാൻ വേണ്ടി മാത്രമാണ് വറാ എന്നുള്ള വാക്ക് അല്ലാഹു തആല അവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ സംസാരം ദീർഘിച്ചു പോകണം, അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അതിൻ്റെ ബാക്കിയുണ്ട്, ആയത്തിൻ്റെ ബാക്കി 3 ഭാഗം, അത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ട ഭാഗമാണ്. കുൽ അൽ ഹഖ് എന്നുള്ളതും മുസദ്ദിഖ് എന്നുള്ളതും പിന്നെ അള്ളാഹ് അവർക്ക് കൊടുക്കണ മറുപടി. നബി അവരോട് പറയുക എന്താണ്, ഫലിമ തഖ്തുലൂന അംബിയ അല്ലാഹ്. അത് വൈകാരികമായ എന്തിനാണ് എന്നിട്ടും നിങ്ങൾ അള്ളാഹ് അവതരിപ്പിച്ചതിൽ വിശ്വസിക്കണേ, തൗറാത്തിൽ നിങ്ങൾ വിശ്വസിക്കണില്ലേ, മൂസയിൽ വിശ്വസിക്കണ്ടേ, ആ വിശ്വാസത്തെ പോലെ മുഹമ്മദിൽ വിശ്വസിക്കണ്ടേ എന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് വൈകാരികമായവരോടുള്ള എന്തിനാണ് നബിമാരെ നിങ്ങൾ കൊല്ലുന്നത്? അവർ ചെയ്ത ഏറ്റവും വലിയൊരു അക്രമതായിരുന്നു. സത്യത്തെ നിഷേധിക്കുക മാത്രമല്ല, ആ ദിവ്യ സന്ദേശങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരെ കിരാതമായി കൊന്നുകളയുന്ന ആളുകൾ കൂടിയായിരുന്നു അവർ. ആ സന്തതികൾ അങ്ങനെ ഉപദേശിക്കാൻ അള്ളാഹ് കൊടുത്ത ശൈലിയാണ് വറാ എന്നുള്ള വാക്കും അൻസലല്ലാ എന്നുള്ള വാക്കും ഉൻസിൽ അലൈന എന്നുള്ള വാക്കും. ഈ 3 വാക്കുകളിലൂടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് പറയാം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, പ്രിയമുള്ളവരെ, ഇതുപോലെ ഖുർആനിനെ പഠിക്കാൻ കഴിയണം, ഇതുപോലെ ഖുർആനിൻ്റെ സൗന്ദര്യം പഠിക്കാൻ കഴിയണം. ഇപ്പോൾ ചില ആയത്തുകളുണ്ടല്ലോ, നമ്മൾ ചെറിയ ചെറിയ സൂറത്തിൽ തന്നെ അള്ളാഹു തആല പ്രയോഗിച്ച ഒരു സംഗതി, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരായത്താണ് സൗന്ദര്യം പറയാൻ വേണ്ടി പറഞ്ഞത്, അതിൻ്റെ ഭംഗി പറയാൻ വേണ്ടി, ഭാഷാ സൗന്ദര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ നമ്മൾ മനസ്സിൽ ഇതെങ്ങനെ പഠിക്കണം, എങ്ങനെ ഖുർആൻ പഠനത്തെ സമീപിക്കണമെന്ന എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു സംഗതി കൂടി പറയുകയാണ്. ഒരു പ്രയോഗമാണ്, ചെറിയ വാക്കാണ് മസ്ഗബ അല്ലേ, ഖുർആനിലൊരു വാക്ക്. എന്താ മസ്ഗബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? മസ്ഗബ എടുത്തോളി ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മത്രബ അല്ലേ. മസ്ഗബൻ്റെ അർത്ഥം നോക്കി, പട്ടിണി, പട്ടിണിൻ്റെ ദിവസം. അള്ളാഹ് പ്രയോഗിച്ച എന്തിനാണെന്നറിയോ? ഷിദ്ദത്തുൽ ജൂ എന്നുള്ള വാക്കിന് അള്ളാഹ് പ്രയോഗിച്ചൊരു വാക്കാണ്. ഈ മസ്ഗബ എന്നുള്ള വാക്ക് അറബികളുടെ സംസാരത്തിൽ ഉണ്ടാകാറില്ല, കവിതകളിൽ മാത്രമാണ്, സാഹിത്യരംഗത്ത് മാത്രമാണ് അള്ളാഹ് വാക്ക് കൊണ്ടുവരാൻ. ഷിദ്ദത്തു സാധാരണ ജൂഅൻ ഷദീദ, ശക്തമായ പട്ടിണി, വിശപ്പ് എന്നുള്ള ആൾക്കാണ് പ്രയോഗിച്ച് സിഫത്ത് മൗസൂഫും വെച്ച് പോകുക. പക്ഷെ ഒരു സിഫത്തോ മൗസൂഫോ ഒന്നും വെക്കാതെ അള്ളാഹ് പ്രയോഗിച്ച വാക്കാണ് എന്ത്? മസ്ഗബ എന്നുള്ള വാക്ക്. അതുപോലെ ഷിദ്ദത്തുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് വാക്കുകൾ, ഞാനിപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുകൂടി പറയുന്നുണ്ട്, കസ്വറ അടുത്ത വാക്ക് ഖുർആൻ പ്രയോഗിച്ചൊരു വാക്കാണ് കസ്വറ. എന്താ കസ്വറൻ്റെ അർത്ഥം? സിംഹം. പക്ഷെ ആ സിംഹത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ അസദ് എന്ന് പറഞ്ഞാൽ മതി, 1ാം ക്ലാസ്സിൽ നമ്മൾ കുട്ടികളിങ്ങനെ പറഞ്ഞാൽ അലിഫ് അസദ് കിട്ടും അല്ലേ. പക്ഷേ കസ്വറ ഭയന്നോടുന്ന ആ സിംഹത്തിനെ കണ്ടാൽ പേടിച്ചോടണം, അങ്ങനത്തെ ഒരു തരം സിംഹം. അപ്പോൾ ഓരോ സിംഹത്തിനും ഓരോ പേരുണ്ട്. 1400 പേരുകളുണ്ട് ഒട്ടകത്തിന് എന്ന് അറബി ഭാഷയിലെ ഒരു സൗന്ദര്യമായിട്ട് പറയാറുണ്ട്. ലിഗ്ന് ഇതുപോലെ സിംഹത്തിൻ്റെ പേരാണ്. കുറേ പേരുകൾ, ഒരുപാട്. ലൈസം സ്വർഗത്തിൻ്റെ ഇതിൻ്റെ പേരാണ്, ലൈഫ് ഇതിൻ്റെ പേരാണ്, സിംഹത്തിൻ്റെ പേരാണ്. ഇങ്ങനെ 1400 ഒട്ടകത്തിൻ്റെ പേര്, അത്രയും സമാനമായി സിംഹത്തിൻ്റെ പേര്. ഇങ്ങനെയൊക്കെ അറബി ഭാഷയിൽ പദസമ്പത്തുകളുണ്ട്. പക്ഷെ ആ പദസമ്പത്തുകൾക്കെല്ലാം ഇടയിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വാക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ സമയം കണ്ടെത്തണം എന്നൊരു ചിന്ത കൂടി മാത്രമാണ് അവസാനം സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല ഈ ഒരു ഇരുത്തം കൂടുതൽ ഫലപ്രദമായി ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്ന ഒരു ഇരുത്തമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ആഖിറത്തിൽ ഒരു വലിയ വെളിച്ചമായി, ഒരു വലിയ വിജയമായി അള്ളാഹു തആല ഈ പഠനവുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ ഊർജ്ജത്തോടെ, കൂടുതൽ ആഫിയത്തോടെ, താക്കത്തോടെ ഇത്തരം ഈ ഒരു പഠനത്തെ കാണുവാനും അതിൽ നിരന്തരമായി തുടരുവാനും മരണം വരെ അതിൻ്റെ ഭാഗമാകുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിലെ അനന്യമായ, അനന്തമായ, അമൂല്യമായ
പദസമ്പത്തുകൾ, ഭാഷാ സൗന്ദര്യങ്ങൾ, ആശയങ്ങൾ, ചരിത്രങ്ങൾ, ഖുർആനിലെ ഓരോ പാഠങ്ങളും ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. തവഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.